ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ DTP വർക്കുകൾ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. തിങ്കൾ മീഡിയ എന്ന ഈ ചാനലിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പേജ് മേക്കർ എന്ന സോഫ്റ്റ്വെയറിൽ DTP വർക്കുകൾ ചെയ്യുന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അഡോബിൻ്റെ തന്നെ ഇൻഡിസൈൻ എന്ന സോഫ്റ്റ്വെയർ വന്നതിന് ശേഷം കൂടുതൽ പേരും ഈ സോഫ്റ്റ്വെയറിലാണ് DTP വർക്കുകൾ ചെയ്യുന്നത്. പേജ് മേക്കർ എന്ന സോഫ്റ്റ്വെയറിനേക്കാളും വേഗത്തിലും എളുപ്പത്തിലും അതുപോലെ തന്നെ കൂടുതൽ ഓപ്ഷനുകളും വന്നിട്ടുള്ള സോഫ്റ്റ്വെയറാണ് ഇൻഡിസൈൻ. വളരെ സിമ്പിളായി ഇൻഡിസൈൻ പഠിച്ചെടുക്കാനും സാധിക്കും. ഈ സോഫ്റ്റ്വെയറിനെ കുറിച്ചും ഈ ചാനലിൽ തന്നെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൽ സോഫ്റ്റ്വെയറിൻ്റെ ടൂൾസും മെനുവും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മാത്രമല്ല, അത് പഴയൊരു വെർഷനായിരുന്നു. ഈ വീഡിയോ മുതൽ ഇൻഡിസൈനിൻ്റെ പുതിയ വെർഷനിൽ വളരെ സിമ്പിളായി DTP വർക്കുകൾ ചെയ്യുന്ന രീതികളാണ് പറയുന്നത്. ഞാനിവിടെ വർക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി ഇൻഡിസൈൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏത് ഡിസൈൻ വർക്കുകളും നമുക്ക് ചെയ്തെടുക്കാം. ഇവിടെ നമ്മൾ ആദ്യമായി മനസ്സിലാക്കുന്നത് ചെറിയൊരു പരസ്യം അല്ലെങ്കിൽ ഒരു ബിസിനസ് കാർഡ് അല്ലെങ്കിൽ ഒരു ബ്രോഷർ എന്ത് വേണമെങ്കിലും നമുക്കിതിനകത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തുള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് പേജിൻ്റെ ലേ ഔട്ട് ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കണം. അറിഞ്ഞാൽ മാത്രമേ ഏത് വർക്കും നമുക്ക് എത്ര അളവിലും വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയൂ. അപ്പോൾ പേജിൻ്റെ ലേ ഔട്ട് ആദ്യം നമുക്ക് ഫസ്റ്റ് വീഡിയോയിൽ പേജിൻ്റെ ലേ ഔട്ട് നോക്കാം. തുടർന്നുള്ള വീഡിയോകളിൽ മറ്റു വർക്കുകൾ DTPയുമായി ബന്ധപ്പെട്ട മാഗസിൻ പോലുള്ള വർക്കുകളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ പേജിൽ നിന്നുകൊണ്ട് ഞാനിവിടെ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ പുതിയൊരു പേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഞാനിവിടെ ന്യൂ ഫയൽ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് പേജസ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഡിഫോൾട്ട് സൈസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പേജസ് കാണാം. ഇവിടെ റൈറ്റ് സൈഡിൽ പ്രീസെറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അവിടെ നമുക്ക് ആവശ്യമായ അളവുകൾ കൊടുത്തുകൊണ്ട് നമുക്ക് ആവശ്യമായ പേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു ബിസിനസ് കാർഡ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ബിസിനസ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ നമ്മുടെ ആ ഒരു സൈസാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 9 സെൻറ്റിമീറ്റർ അതിൻ്റെ വിഡ്ത്തും അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് 5.5 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ കൊടുക്കുന്നവരുണ്ട്, 5.5 കൊടുക്കുന്നവരുണ്ട്. ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ കൊടുത്തിട്ടാണ് അളവ് കൊടുക്കുന്നത്. 5.5 സെൻറ്റിമീറ്റർ ഹൈറ്റും 9 സെൻറ്റിമീറ്റർ വിഡ്ത്തിലുമുള്ള ഒരു വിസിറ്റിംഗ് കാർഡാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പലരും സാധാരണ നമ്മൾ ഈ വിസിറ്റിംഗ് കാർഡൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പിലും ഇല്ലസ്ട്രേറ്ററിലും കോറൽ ഡ്രോയിലും ഒക്കെയാണ്. പക്ഷേ ഇവിടെ ഞാൻ ഇൻഡിസൈനിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് പഠിക്കണമല്ലോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇൻഡിസൈനിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമുക്ക് ആ ബിസിനസ് കാർഡിൻ്റെ അളവ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂണിറ്റ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം റൈറ്റ് സൈഡിലായിട്ട്. അവിടെ ജസ്റ്റ് ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മില്ലിമീറ്ററിലേക്കോ സെൻറ്റിമീറ്ററിലേക്കോ അതുപോലെ തന്നെ ഇഞ്ചിലേക്കോ ഒക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ മില്ലിമീറ്റർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുന്നുണ്ട്. നേരത്തെ ഞാൻ 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞത് അതിൻ്റെ വിഡ്ത്താണ്. വിസിറ്റിംഗ് കാർഡിൻ്റെ അല്ലെങ്കിൽ ബിസിനസ് കാർഡിൻ്റെ വിഡ്ത്തിൻ്റെ അളവാണ് പറഞ്ഞത്. അതിന് ഞാൻ മില്ലിമീറ്ററിൽ പറയുകയാണെങ്കിൽ 90 മില്ലിമീറ്റർ. ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ 10 മില്ലിമീറ്റർ ആണല്ലോ. അപ്പോൾ 9 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 90 മില്ലിമീറ്റർ. ഇപ്പം മില്ലിമീറ്ററിൽ ഞാൻ അളവ് കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വിഡ്ത്തിന് കൊടുക്കുന്ന അളവ് ഇവിടെ ഞാൻ അതിൻ്റെ വിഡ്ത്തിന് കൊടുക്കുന്ന അളവ് 90 എന്ന് കൊടുത്തു. 90 മില്ലിമീറ്റർ, അതായത് 9 സെൻറ്റിമീറ്റർ. അടുത്തതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഹൈറ്റ് അളവ് ഞാനിവിടെ 50 മില്ലിമീറ്റർ എന്ന് പറയുമ്പോൾ 5 സെൻറ്റിമീറ്റർ. അങ്ങനെ ഒരു അളവ് അവിടെ കൊടുത്തു. ഇനി എത്ര പേജുകളാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ വിസിറ്റിംഗ് കാർഡ് ചെയ്യുമ്പോൾ ഫ്രണ്ട് പേജ് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ഇടയ്ക്ക് നമ്മൾ കാണാറുണ്ട് വിസിറ്റിംഗ് കാർഡിൻ്റെ 2 വശവും നമ്മൾ ഉപയോഗിക്കാറുണ്ട്, ഫ്രണ്ട് ആൻഡ് ബാക്ക്. അപ്പോൾ നമുക്ക് 2 പേജുകൾ ഇവിടെ കൊടുക്കാം. 9 സെൻറ്റിമീറ്റർ, അതായത് 90 മില്ലിമീറ്ററിലും 50 മില്ലിമീറ്ററിലുമുള്ള 2 പേജുകൾ എനിക്ക് വേണം. ആ 2 പേജുകളുടെ പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ 2 പേജിൻ്റെ എണ്ണം ഞാൻ കൊടുത്തു. അതുപോലെ ഫേസിംഗ് പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ഈ 2 പേജും ഒരുമിച്ച് കാണണോ എന്നുള്ളതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം. അപ്പോൾ 2 പേജും എനിക്ക് ഒരുമിച്ച് കാണണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഫേസിംഗ് പേജസ് ടിക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ആ 2 പേജും ഒരുമിച്ച് കാണണം എന്നുണ്ടെങ്കിൽ ഈ ഫേസിംഗ് പേജസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഈ ടിക്ക് മാർക്ക് ഇട്ടേക്കുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ സ്റ്റാർട്ട് പേജ് എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. അതായത് 1, 2, 3 എന്ന ഓർഡറിൽ ഇങ്ങനെ പേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ സ്റ്റാർട്ട് പേജ് നമ്പർ 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ശരി, ഓക്കെ, 1-ൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 2, ഇതിനകത്തുള്ളിൽ ഈ ഒരു പേജിൻ്റെ ഉള്ളിൽ കോളങ്ങൾ ആവശ്യമുണ്ടോ എന്നാണ്. ഇപ്പോൾ എനിക്ക് കോളങ്ങളൊന്നും ഇതിനകത്ത് ആവശ്യമില്ല. അപ്പോൾ കോളങ്ങൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് മാഗസിനൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറൊക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് അതിനകത്ത് ഓരോ പേജിനകത്തും
2 മുതൽ അങ്ങോട്ട് ഇഷ്ടമുള്ള കോളങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇവിടെ എനിക്ക് ആ കോളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ഞാനിവിടെ 1 തന്നെ കൊടുത്തു. ഒറ്റ കോളം എന്ന് പറയുമ്പോൾ സിംഗിളായിട്ട് നമ്മൾ എടുക്കുന്ന പേജ് തന്നെയാണ്. അടുത്ത് പറഞ്ഞിരിക്കുന്നത് മാർജിനാണ്. അതായത് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് 10 mm ആണ് ഇവിടെ കാണുന്നത്. പക്ഷേ 10 mm എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ ആണ്. ഞാനിവിടെ ടോട്ടൽ കൊടുത്തിരിക്കുന്നത് 9 സെൻറ്റിമീറ്റർ ആണ്. അതായത് 90 mm എൻ്റെ വിഡ്ത്ത് കാണുന്നത്. അപ്പോൾ ഇവിടെ ടോപ്പ്, ബോട്ടം, ഇൻസൈഡ്, ഔട്ട്സൈഡ് 4 മാർജിൻ കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 സെൻറ്റിമീറ്റർ മാർജിൻ കൊടുക്കാം, അല്ലെങ്കിൽ 5 mm ഒന്ന് കൊടുത്താലും മതിയാവും. 5 mm എന്ന് പറയുമ്പോഴത്തേക്ക് 1/2 സെൻറ്റിമീറ്റർ മാർജിൻ അത് മതിയാവും. വിസിറ്റിംഗ് കാർഡിനാകുമ്പോഴത്തേക്ക് 1/2 സെൻറ്റിമീറ്ററിൻ്റെ മാർജിൻ്റെ ആവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടെ എല്ലാം 5 എന്ന് കൊടുത്തു. ഒരിടത്ത് കൊടുത്തപ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനുകളിലും 5 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഇൻസൈഡ്, ഔട്ട്സൈഡ്, അതായത് പേജിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, അതുപോലെ ടോപ്പ്, ബോട്ടം, മുകളിലും താഴെയും, അങ്ങനെ ഒരു പേജിൻ്റെ, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഏത് സൈസ് ആണെങ്കിലും ആ സൈസിലുള്ള പേജിൻ്റെ മാർജിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതിൽ 1 സെൻറ്റിമീറ്റർ വേണമെന്നുണ്ടെങ്കിൽ 10 mm എന്നും ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ 1 സെൻറ്റിമീറ്റർ മാർജിൻ ഉള്ളിൽ കിട്ടും. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു കോളത്തിൽ മാത്രം അളവ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഇതിൻ്റെ സെറ്റിങ്സ് ആണ്. നമ്മൾ ഈ കൊടുത്ത അളവിൻ്റെ സെറ്റിങ്സ് എല്ലാം ഒരേപോലെ വരാനുള്ള ഓപ്ഷനാണ്. ഇത് ഓഫാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇഷ്ടമുള്ള കോളത്തിൽ മാത്രം ഒരളവ് കൊടുക്കാം. അതായത് ഇപ്പോൾ ഒന്നാമത്തെ കോളത്തിൽ 5 mm കൊടുത്തു, രണ്ടാമത്തെ അതിൻ്റെ ബോട്ടം സൈഡിൽ എനിക്ക് 1 സെൻറ്റിമീറ്റർ വേണം, മുകളിൽ 1/2 സെൻറ്റിമീറ്ററും താഴെ 1 സെൻറ്റിമീറ്റർ, അതായത് മുകളിൽ 5 mm, താഴെ 10 mm അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്ക് ഈ ബോട്ടമിൽ 10 കൊടുത്താൽ മതിയാവും. അതാണ് ഈ മാർജിൻ കൊടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത. അത് ഓക്കെയാണ്. അടുത്ത് വീണ്ടും പറയുന്നത് ബ്ലീഡാണ്. ബ്ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ മാറ്ററിൻ്റെ ഉള്ളിലേക്ക് കട്ട് ചെയ്യുന്ന, പ്രിൻ്റെല്ലാം കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ബിസിനസ് കാർഡ് പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ ആ പ്രിൻ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുള്ള ഇമേജുകളോ ടെക്സ്റ്റുകളോ ഒന്നും കട്ട് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ഈ കട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു സ്പേസ് നമ്മൾ ഇടണം. ആ സ്പേസിനെയാണ് നമ്മൾ ബ്ലീഡ് എന്ന് പറയുന്നത്. ആ ബ്ലീഡ് നമ്മുടെ ഈ കൊടുക്കുന്ന അളവിൻ്റെ പുറത്തായിരിക്കും ആ ബ്ലീഡ് വന്ന് നിൽക്കുന്നത്. ഞാനിവിടെ ഒരു 3 mm സ്പേസ് ആ വിസിറ്റിംഗ് കാർഡിൻ്റെ ചുറ്റിലുമായിട്ട് വരാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 4 സൈഡും, ബോട്ടം, അതുപോലെ തന്നെ ടോപ്പ്, ഇൻസൈഡ്, ഔട്ട്സൈഡ്, ലെഫ്റ്റ്, റൈറ്റ്, മുകളിലും താഴെയും, അങ്ങനെ 4 സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 3 mm വീതം അവിടെ ബ്ലീഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്ലീഡ് കൊടുത്തു, അതുപോലെ തന്നെ മാർജിൻ കൊടുത്തു, അതുപോലെ തന്നെ പേജിൻ്റെ അളവുകൾ കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ നോർമലി കൊടുക്കാനുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇത്രയും കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ ഫേസിങ് പേജസ് ആണ്, 2 പേജാണ് എടുക്കുന്നത്. കോളങ്ങളൊന്നും ഉള്ളിൽ കൊടുത്തിട്ടില്ല. 5 mm വീതം മാർജിൻ കൊടുത്തിട്ടുണ്ട്. 3 mm വീതം അതിൻ്റെ പേജിൻ്റെ പുറത്ത് ബ്ലീഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ. നമ്മൾ ഏത് പേജിൻ്റെ ഏത് സൈസ് ആണെങ്കിലും സെറ്റിങ്സ് എല്ലാം സെയിം തന്നെയാണ്. ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റിലും മാത്രമേ നമുക്ക് അളവുകൾ മാറ്റേണ്ടതുള്ളൂ. അതുപോലെ മാർജിൻ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ബ്ലീഡ് എല്ലാത്തിലും 3 mm തന്നെയാണ്. ഏത് പേജ് സൈസ് എടുത്താലും 3 mm തന്നെയാണ് ബ്ലീഡ് കൊടുക്കേണ്ടത്. ബാക്കിയുള്ള അളവുകളിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം ഞാൻ ഇവിടെ നിന്ന് ക്രിയേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത അളവിൽ ഇവിടെ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ പേജ് വന്നിട്ടുണ്ട്. അത് കുറച്ച് വലിയ സൈസിലാണ് നിൽക്കുന്നത്. ഇത് നമുക്ക് Ctrl- ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ സൂം ഔട്ട് ചെയ്യാം. സൂം ഔട്ട് ചെയ്ത് ചെറുതാക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ മറ്റ് പേജുകളിലൂടെ കാണാൻ പറ്റും. മുകളിലും താഴെയുമായിട്ടാണ് 2 പേജ് നിൽക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് Ctrl- ചെയ്യുകയാണെങ്കിൽ ആ പേജ് നമുക്ക് ഒരുമിച്ച് കാണാൻ പറ്റും. മുകളിലും താഴെയുമായിട്ട് 2 പേജുകളിലായിട്ടാണ് ഇവിടെ വിസിറ്റിംഗ് കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 പേജിൽ നിൽക്കുമ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ ഫ്രണ്ടും ബാക്കും ചെയ്യുന്ന സമയത്ത് 2 പേജിലായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കാണാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. സ്ക്രോൾ ചെയ്യണം, അടുത്തതിലേക്ക് നോക്കണം, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് ഈ 2 പേജിനെയും ഒറ്റ പേജാക്കി എടുക്കാൻ പറ്റും. നമ്മളൊരു 3 പേജ് കൊടുത്താൽ മാത്രം രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജുകൾ ഫേസിംഗ് പേജ് എഫക്റ്റിൽ വരുള്ളൂ. ആദ്യത്തെ പേജ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിൽക്കും. നമ്മൾ ഈ വിസിറ്റിംഗ് കാർഡ് ചെയ്യുമ്പോൾ ആകെ നമ്മൾ 2 പേജ് കൊടുക്കുന്നുള്ളൂ. ആ 2 പേജും അടുത്തടുത്ത് കിട്ടുകയും വേണം. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് അതെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഞാനിവിടെ കൊടുത്തിട്ടുള്ള പേജിൻ്റെ സൈസ് നമുക്കറിയാം. 50 mm ഹൈറ്റും 90 mm വിഡ്ത്തിലുമുള്ള ഒരു പേജാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെയാണ് ബിസിനസ് കാർഡിൻ്റെ മോഡലിൽ നമുക്കിവിടെ കാർഡ് കിട്ടിയിട്ടുള്ളത്. ഞാനിവിടെ മാർജിൻ കൊടുത്തത് 5 mm ആണ്. അതായത് 1/2 സെൻറ്റിമീറ്റർ ആണ് മാർജിൻ കൊടുത്തത്. അത് 4 സൈഡ് ഒരേപോലെ മാർജിൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബ്ലീഡ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ഞാൻ 3 mm ബ്ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് കൃത്യമായിട്ട് ആ ബ്ലീഡ് സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. 3 mm സ്പേസ് അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴും ആ ബ്ലീഡ് കൊടുക്കുന്ന കാര്യം ഒന്ന് ഓർമ്മിച്ചു കൊള്ളുക.
അപ്പോൾ നമുക്ക് ഈ പേജുകൾ തമ്മിൽ അടുത്തടുത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പേജ് ഈ വിൻഡോയിലേക്ക് വരികയാണ്. പേജ് എന്ന് പറയുന്ന ഈ ലേഔട്ട് വിൻഡോയിലേക്ക് വരികയാണ്. അവിടെ വന്നിട്ട് നമുക്ക് ഈ 2 പേജ് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു വിൻഡോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നമ്മൾ അതിൻ്റെ മാസ്റ്റർ പേജാണ് ഇവിടെ കാണുന്നത്. ഈ 2 പേജും അതിൻ്റെ മാസ്റ്റർ പേജുമാണ് ഇവിടെ കാണുന്നത്. ആ മാസ്റ്റർ പേജിനെ കുറിച്ചെല്ലാം തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ ഈ 2 പേജ്, അതായത് ഒന്നാമത്തെ പേജ്, രണ്ടാമത്തെ പേജ്, ഈ 2 പേജിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 2 പേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ 2 പേജ് നമുക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് അടുത്തടുത്താക്കി, അതായത് ഈ രണ്ടാമത് നിൽക്കുന്ന പേജിനെ ക്ലിക്ക് ചെയ്ത് നമുക്ക് മുകളിലേക്ക് ഒന്നാമത്തെ പേജിൻ്റെ അടുത്തേക്ക് വെക്കാം. അത് അങ്ങനെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഈ രണ്ടാമത്തെ പേജിൽ വെച്ചിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ദ അലോ ഡോക്യുമെന്റ് പേജസ് ടു ഷഫിൾ എന്ന് പറയുന്ന ഓപ്ഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഷഫിൾ ചെയ്ത് നമുക്ക് പേജിനെ മാറ്റാൻ ഉള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന പേജിന്, അതായത് ഈ ലേഔട്ട് വിൻഡോയിൽ നിന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്, ഈ രണ്ടാമത്തെ പേജിന് ഞാൻ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആ പേജിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതിൽ അങ്ങനെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ടൂൾ ബോക്സിൽ നിന്ന് പേജ് ടൂൾ എന്ന് പറയുന്ന ടൂളുണ്ട്. ഷിഫ്റ്റ് പി ആണ് അതിൻ്റെ ഷോർട്ട് കട്ട്. ആ ടൂൾ എടുക്കുക. ആ ടൂൾ എടുത്തതിന് ശേഷം ഈ രണ്ടാമത് കാണുന്ന ഈ പേജിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് ഞാൻ ഈ പേജിൻ്റെ അടുത്തേക്ക് വെക്കുന്നു. അപ്പോൾ കണ്ടില്ലേ, 2 പേജും ഇപ്പോൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ 2 പേജ് ഇപ്പോൾ അടുത്തടുത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ ബ്ലീഡ് കൊടുത്തത് 2 പേജിനും ഒരുമിച്ചായിപ്പോയി എന്നൊരു പ്രശ്നം കൂടെ ഇവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് സെപ്പറേറ്റ് ബ്ലീഡ് വേണം. ഇപ്പോൾ ഒന്നാമത്തെ പേജ് ലെഫ്റ്റിൽ വന്നു, രണ്ടാമത്തെ പേജ് റൈറ്റിലേക്കും വന്നു. പക്ഷെ ബ്ലീഡ് 2 പേജിനും കൂടെ ഒറ്റ ബ്ലീഡാണ് നിൽക്കണേ. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് സെപ്പറേറ്റ് എടുക്കുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്, ഇതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറച്ച് പേജിനെ ലെഫ്റ്റിലേക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിലേക്കായി നമ്മൾ ചെയ്യുന്നത്, ഇതിൻ്റെ ഫേസിങ് പേജസ് ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്ന് നിൽക്കണേ, രണ്ടും കൂടെ ഇങ്ങനെ ടച്ചായിട്ട് നിൽക്കുന്നത്. അത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഫയൽ മെനുവിൽ പോവുക, ഡോക്യുമെന്റ് സെറ്റപ്പ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മൾ ഫേസിങ് പേജസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ജസ്റ്റ് ആ ചെക്ക് മാർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ അതിൻ്റെ ഫേസിങ് പേജസ് ഓപ്ഷൻ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത്, ഈ പേജ് ടൂൾ എടുത്തിട്ട് ജസ്റ്റ് ഈ പേജിനകത്ത് ക്ലിക്ക് ചെയ്ത് ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. നമ്മുടെ ആവശ്യാനുസരണം അത് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് 2 പേജായിട്ട് ഇതിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ ബ്ലേഡും വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ 2 പേജും ഒരുമിച്ചാക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ബ്ലേഡ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിനകത്ത് ഡിസൈൻ ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പേജ് സേവ് ചെയ്യുക, സേവ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് തുടങ്ങുക. ഇനി മാത്രമല്ല, ഇനിയും കൂടുതൽ പേജസ് വേണം. ഒരു വിസിറ്റിംഗ് കാർഡിൻ്റെ 2 പേജ് ലെഫ്റ്റ് റൈറ്റ്, അതായത് ഫ്രണ്ട് ബാക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഈ ഒരു 2 പേജിൻ്റെയും ഡ്യൂപ്ലിക്കേറ്റ് പേജ് കൂടെ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ എടുക്കാം. 4 പേജ് നമുക്ക് ഒരേ പേജിൽ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒന്നുകൊണ്ട് തന്നെ ചെയ്യാം. അതിൽ ചെയ്യേണ്ടത്, ഈ കാണുന്ന ഒന്നാമത്തെ പേജ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് പിടിച്ചുകൊണ്ട് രണ്ടാമത്തെ പേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ 2 പേജും സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ ഈ ലേഔട്ട് വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് 2 പേജ് അവിടെയും അതുപോലെ കിട്ടിയിട്ടുണ്ട്. അതായത് 3ഉം 4ഉം. ഇപ്പോൾ ഒരാളിൻ്റെ വിസിറ്റിംഗ് കാർഡാണെങ്കിൽ ഫസ്റ്റ് പേജിൽ നമ്മൾ ഒന്നാമത്തെ ആളിൻ്റെ വിസിറ്റിംഗ് കാർഡ് ചെയ്തു, രണ്ടാമത്തെ ആളിൻ്റെ വിസിറ്റിംഗ് കാർഡ് രണ്ടാമത്തെ പേജിൽ ചെയ്തു. അങ്ങനെ എത്ര പേജുകൾ വേണമെങ്കിൽ, എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ നമുക്ക് വിസിറ്റിംഗ് കാർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 1 by 1 ആയിട്ട് പേജിങ്ങിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതാണ് പേജിൻ്റെ ലേഔട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫേസിങ് പേജായി 2 പേജുള്ള ഒരു മാറ്റർ ആണെങ്കിൽ 2 പേജ് നമുക്ക് ഒരുമിച്ച് കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷെ മാഗസിൻ്റെ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ഈ ലേഔട്ട് അല്ല ഉപയോഗിക്കുന്നത്. അത് ഞാൻ അപ്പോൾ പറഞ്ഞുതരാം, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനുണ്ട്. ഈ ചെറിയ വർക്കുകൾ, അപ്പോൾ ഒരു പരസ്യം ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ 2 പരസ്യം, ഫ്രണ്ട് ആൻഡ് ബാക്ക് ആയിട്ട് 2 പരസ്യം, ഒരു A4 സൈസ് നോട്ടീസിൽ 2 സൈഡ് പരസ്യം വേണം. അപ്പോൾ ഒരു A4 സൈസിൻ്റെ അളവ് ഇതേപോലെ കൊടുക്കുക. അളവിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി വർക്കുകളെല്ലാം ഇവിടെ ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ പേജ് ലേഔട്ട് ചെയ്യുന്നത്. ഈ പേജ് ലേഔട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഏത് വർക്ക് ചെയ്യുമ്പോഴും പേജ് ലേഔട്ട് ഭംഗിയായിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ബേസാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ തന്നെ അതങ്ങ് പറഞ്ഞത്. അടുത്ത ക്ലാസ് മുതൽ ഞാൻ പറയുന്നത്, ഇതിനകത്ത് നമുക്ക് ഓരോ പേജിലായിട്ട് വർക്കുകൾ ചെയ്ത് തുടങ്ങുന്നതാണ്. എങ്ങനെയാണ് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്ന ഒരു വിസിറ്റിംഗ് കാർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാം എന്ന്, അല്ലെങ്കിൽ ഒരു ബിസിനസ് കാർഡ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഒരു A4 സൈസ് നോട്ടീസ് എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഒരു പരസ്യം എങ്ങനെ ഡിസൈൻ ചെയ്യാം തുടങ്ങിയിട്ടുള്ള പല വർക്കുകളാണ് ഇനി തുടർന്നുള്ള ക്ലാസ്സുകളിൽ വരുന്നത്.
അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പേജിൻ്റെ ഡിസൈനിങ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ടൂൾസ്, മെനൂസ്, അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷനൊക്കെ ഇതിനകത്ത് പറയാനുണ്ട്. ആദ്യം നമ്മൾ പേജ് സെറ്റ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 by 1 ആയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി പോകാൻ പറ്റും. അടുത്ത ക്ലാസ്സിന് അടുത്ത വീഡിയോയിൽ നമ്മളിപ്പോൾ ഈ വിസിറ്റിംഗ് കാർഡിൻ്റെ ഓപ്ഷൻ പറയുന്ന സമയത്ത് ടൂളുകൾ നമ്മൾ പരിചയപ്പെടും. ഓരോ ടൂളുകളായിട്ട് പരിചയപ്പെടാം. അതിൻ്റെ ഓപ്ഷനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കവിടെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കുക. തിങ്കൾ മീഡിയ എന്ന ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ വർക്കുകളൊന്ന് ഷെയർ ചെയ്യുക. കാരണം ഈ DTP എന്ന് പറയുന്ന ഒരു തൊഴിലാണ്. പഠിക്കണമെന്നുള്ളവർക്ക് പഠിച്ചൊരു തൊഴിലായിട്ട് സ്വീകരിക്കണം എന്നുള്ളവർക്ക് അങ്ങനെ സ്വീകരിക്കാവുന്ന നല്ലൊരു തൊഴിലാണ്. അപ്പോൾ അത് പഠിക്കണം എന്നുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളൊക്കെ എഴുതുക, ലൈക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ ചാനലിന് വേണ്ടി ചെയ്യുക. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. നമസ്കാരം.